ഹലോ ഗേസ്, ജോസ്ന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ടി നഗറിലെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. സൂപ്പറാണ് അവിടുത്തെ സ്ട്രീറ്റിലെ കാഴ്ചകൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗേസ്, നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ടി നഗറിലെ രംഗനാഥൻ സ്ട്രീറ്റാണ്. ചെന്നൈയിൽ വന്നിട്ട് ടി നഗർ പോകാത്ത ആരും തന്നെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നിറയെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. റീൽസിന് വേണ്ടിയിട്ട് നിറയെ കോസ്റ്റ്യൂംസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. ഇത് ക്വാർട്ടേഴ്സിന് ബാക്ക് സൈഡിലുള്ള ഒരു പാത്താണ് കേട്ടോ. ഈ പാത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ഇവിടെ നിറയെ ഷെയർ ഓട്ടോസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഈ ഷെയർ ഓട്ടോസൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് സബ്വേ. ഇവിടെ മോർണിംഗ് ഈവനിങ് എല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ അത് ഓപ്പൺ ആകുന്നതേ ഉള്ളൂ, ആ ടൈം ആകുന്നതേ ഉള്ളൂ. ഞാൻ ഏകദേശം 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരിച്ചത്. അപ്പോൾ ഇതൊന്നും ഓപ്പൺ ആകുന്ന ആ ഒരു ടൈമല്ല. ഒരു 11:30-12 മണിയാകും ഏകദേശം ഓപ്പൺ ആവാൻ. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഗിണ്ടി മെട്രോ ആണ് കേട്ടോ. ഗിണ്ടി മെട്രോ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഗിണ്ടി മെട്രോ. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് മുകളിൽ പോകണം. ആദ്യമൊക്കെ താഴെയായിരുന്നു ടിക്കറ്റ് കൗണ്ടർ. ഇപ്പം മേലെയാക്കി. താഴെ കുറച്ച് വർക്ക് നടക്കുന്നത് കൊണ്ട് അങ്ങ് മുകളിലാക്കി. അതുകൊണ്ട് മുകളിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ അവിടുന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ചീപ്പായിട്ടുള്ള റേറ്റാണ്. നമുക്ക് 5 റുപ്പീസേ ഉള്ളൂ ടി നഗർ പോയിട്ട് തിരിച്ചു വരാൻ 10 രൂപ. ഓക്കെ, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. അത്രയ്ക്കും ആളൊന്നുമില്ല, കാരണം ആ ബിസി ടൈമൊക്കെ കഴിഞ്ഞു. ബിസി ടൈം എന്ന് പറയുന്നത് ഒരു 9-9:00-ൻ്റെയും 10:00-ൻ്റെയും ഉള്ളിലാണ് നല്ലൊരു തിരക്കുണ്ടാവുക ഈ റെയിൽവേ സ്റ്റേഷനിൽ. അത്ര ഒന്നും ആളില്ല. ലേഡീസ് കോച്ചിലാണെങ്കിൽ ആ ടൈം ആകുമ്പോൾ കയറാനേ പറ്റില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ടി നഗർ പോകുമ്പോൾ ഈ ഒരു ടൈം പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് ശ്വാസം കഴിക്കാൻ പോലും ഇടം കിട്ടിയിട്ടില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും ആ ടൈമിൽ. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ പോകാറില്ല. ഇപ്പോൾ സെയ്താപ്പേട്ട് കഴിഞ്ഞു കേട്ടോ. സെയ്താപ്പേട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടി നഗർ അല്ലെങ്കിൽ മാമ്പലം എന്ന് പറയുന്നത്. മാമ്പലം എന്ന് ഇവിടെയുള്ള തമിഴർ അങ്ങനെയാണ് മാമ്പലം എന്നാണ് സംസാരിക്കുക. ഞാൻ പക്ഷേങ്കിൽ ടി നഗറിനാണ് പറയുക. ടി നഗർ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ടി നഗർ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല ഒരു തിരക്ക് അനുഭവപ്പെട്ടു കേട്ടോ. കാരണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നെല്ലാം ട്രെയിന് വരുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാവരും ഇറങ്ങുന്ന ഏകദേശം ഒരേ ടൈമിലായിരിക്കും. ഇതാണ് രംഗനാഥൻ സ്ട്രീറ്റ്. ഇവിടെ 2 സൈഡിലായിട്ട് നിറയെ ഐറ്റംസ് വിൽക്കുന്നുണ്ട്. ഇത് പാണ്ഡ്യൻ സ്റ്റോറാണ് കേട്ടോ. പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കമ്മലുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്നൊക്കെ നിറയെ കമ്മലൊക്കെ മേടിച്ചായിരുന്നു. എൻ്റെ റീൽസിന് വേണ്ടിയിട്ട് ഞാൻ നിറയെ കമ്മൽ ഈ പാണ്ഡ്യൻ സ്റ്റോറിൽ നിന്നായിരുന്നു മേടിച്ചത്. നല്ല ചീപ്പ് റേറ്റിലാണ് നമുക്ക് ഈ പാണ്ഡ്യൻ സ്റ്റോറിൽ ഉള്ളത്. മറ്റ് കടകളെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടയാണ് ഈ പാണ്ഡ്യൻ സ്റ്റോർ. പാണ്ഡ്യൻ സ്റ്റോർ 2 ഉണ്ട്. ഒന്ന് ഇവിടെ ഈ ഒരു പാണ്ഡ്യൻ സ്റ്റോറിനും പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വേറൊന്നുണ്ട്. പക്ഷേ അതിൽ എനിക്ക് തോന്നിയത് അതിലും കൂടുതൽ റേറ്റ് ആയിട്ടാണ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടത്. പിന്നെ ഇത് ആ സെൻട്രൽ പോർഷനിലായിട്ട് ഉള്ള ഒരാൾ നടത്തുന്നൊരു കമ്മലൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നൊരു സംഭവമാണ്. ഇവിടെ നിന്നും ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്. നല്ല ചീപ്പ് റേറ്റിലാണ് നമുക്ക് ഇതൊക്കെ 60, 65, 50 അങ്ങനെ ചീപ്പ് റേറ്റിൽ. എൻ്റെ റീൽസിലൊക്കെ ഞാൻ ഇങ്ങനത്തെ കമ്മലൊക്കെ ഞാൻ ഇട്ടായിരുന്നു. ഇങ്ങനത്തെ കമ്മലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. പാണ്ഡ്യൻ സ്റ്റോറിലും ഉണ്ട്, എന്നാലും നമുക്ക് ഇവിടെ നിന്നും ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. ഒരാൾ വിൽക്കുന്ന യുടെ കമനീയമായ കളക്ഷൻസാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കൂടാതെ ഹാങ്ങിങ് ആയിട്ടുള്ള നിറയെ കമ്മലുകളും ഉണ്ട്. പാണ്ഡ്യൻ സ്റ്റോറിലാണെങ്കിൽ ഇതിലും അധികം ഉണ്ട് കേട്ടോ. ജിമിക്കലിലാണെങ്കിലും അല്ലെങ്കിലും ഫാൻസി ഐറ്റംസ്, വള, മാല, ഇതൊക്കെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഇടുന്നുണ്ട് പാണ്ഡ്യൻ സ്റ്റോറിലുള്ളത്. ഇപ്പോൾ
തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇത് കുറച്ചുകൂടെ പോയാൽ ലെങ്തി ആവും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.